നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായിട്ടുള്ള സമയത്തിനായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ആദ്യമായി ദൈവമായ ദൈവത്തോടുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങളുടെ പിതാവിനെ ദീർഘായുസ്സ് കൊടുക്കുകയും ഇത്രത്തോളം ദൈവം നടത്തുകയും ചെയ്തു. ആഗ്രഹനായ ദൈവത്തിന് ഞങ്ങളുടെ നന്ദി ഞങ്ങൾ പ്രത്യേകിച്ച് അറിയിക്കുന്നു. ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ രണ്ടു വാക്ക് എനിക്ക് പറയുന്നത് ഞങ്ങളുടെ പിതാവിൻ്റെ ജീവിതം ഇവിടെ ഓർപ്പിക്കുണ്ടായിരുന്നു തന്നെയല്ല. കഴിഞ്ഞ 2 ദിവസവും അനേക സഹോദരി സഹോദരന്മാർ കടന്നു വരികയും പലരും ഈ ഭൗതിക ശരീരത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പിതാവിനോടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങളും പറയുകയുണ്ടായി. മക്കളെന്നുള്ള രീതിയിൽ ഞങ്ങളുടെ പിതാവിനെ ഞങ്ങളോടുള്ള ബന്ധത്തിൽ തന്റെ ശുശ്രൂഷകൾ വളരെ ഉത്തരവാദിത്തത്തോടെ നിർവഹിക്കുവാൻ ഇടവന്നു. സഭയോടുള്ള ബന്ധത്തിൽ സഭയിൽ താൻ ഇവിടെ എൽറായിരുന്ന സമയത്തും അതുപോലെ തന്നെ മസ്കറ്റിലും മസ്കറ്റിൽ വന്ന സഹോദരന്മാർ ഓർപ്പിച്ചതുപോലെ തന്നെ അവിടെയും താൻ ജോലിയിൽ ഒരു വലിയ സാഹചര്യത്തിലേക്കാണ് അവിടെ എത്തിയതെങ്കിലും അവിടുത്തെ സഹോദരന്മാർക്ക് എനിക്ക് മാന്യമായ സ്ഥാനം കൊടുക്കുകയും അനേക ശുശ്രൂഷകൾ 10 വർഷത്തോളം മസ്കറ്റ് അസംബ്ലിയിലെ ഉത്തരവാദിത്തോടുകൂടി ചെയ്യുവാൻ തന്നെ അദ്ദേഹം ബലപ്പെടുത്തി വീണ്ടും ഇവിടെ തിരിച്ചു കിടന്നു വന്ന ഈ സഭയിലും ആ രീതിയിൽ തനിക്ക് സഭയോടുള്ള ബന്ധത്തിൽ തന്റെ പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ ഇടവന്നു. ഞാൻ ഒരു ദിവസം അപ്പച്ചനോട് ചോദിക്കുകയുണ്ടായി. വെളിപ്രസംഗത്തിന്റെ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ അന്നത്തെ വെളിപ്രസംഗത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ താൻ വളരെ ആവേശത്തോടെ പറയും, തൃശ്ശൂരിൽ അന്നത്തെ ഒരു വീട്ടിലും താൻ കയറി ഇറങ്ങാത്തതില്ല എന്ന് താൻ പറയുകയുണ്ടായി. ഇവിടെ സഹോദരന്മാരത് പറയുകയുണ്ടായി. ആ രീതിയിൽ അനുകൂലമായിട്ടുള്ള ശുശ്രൂഷകൾ തനിക്ക് നിർവഹിക്കാൻ ഇടവന്നു. ഗൾഫിൽ താൻ വന്ന സമയത്ത് ചില വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അവിടെ എത്തുന്നത്. വളരെ പരിമിതമായ സാഹചര്യങ്ങളാണ് ഞങ്ങൾ അവിടെ കഴിച്ചുകൂട്ടിയതെങ്കിലും തന്റെ പ്രാർത്ഥന, ഞങ്ങളുടെ മാതാവിന്റെ പ്രാർത്ഥന, പുലർച്ചെയുള്ള പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൽ